ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടകൻ. എടാ, IT എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ്, പോയിന്റ്സ്, ക്വസ്റ്റ്യൻസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല, പരീക്ഷയ്ക്ക് എന്താണോ വരാൻ പോകുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പിള്ളേരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്. യെസ്, IT എക്സാം തുടങ്ങാൻ പോകുന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. അത് ഫെബ്രുവരി 13 വരെ നീണ്ടു നിൽക്കും. അതിനിടയിൽ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അറിയിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ പരീക്ഷയാണ് IT എന്ന് പറയുന്നത്. ഈ IT നമ്മൾ A+ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. യെസ്, A+ നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയുള്ള അടിപൊളി ക്വസ്റ്റ്യൻസ്, അടിപൊളിയല്ല, പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ അത് അങ്ങനെ തന്നെ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഇതിന്റെ അവസാനം വരെ, ഈ വീഡിയോയുടെ അവസാനം വരെ കാത്തിരിക്കുക. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ്. എന്താണ് ക്വസ്റ്റ്യൻ? പരീക്ഷയെ കുറിച്ചുള്ള കുറച്ച് നിബന്ധനകൾ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് വൺ, പരീക്ഷ എന്ന് പറയുന്നത് 1 മണിക്കൂറാണ് ഉണ്ടാവുക. എത്ര മണിക്കൂറാണ് ഉണ്ടാവുക? 1 മണിക്കൂറാണ് ഉണ്ടാവുക. യെസ്, 1 മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക. കുഴപ്പമില്ലല്ലോ. ഇതിൽ ആദ്യം നടക്കാൻ പോകുന്നത് തിയറി എക്സാമിനേഷൻ ആണ്. അതുപോലെ തന്നെ അതിനുശേഷമാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. തിയറിക്ക് 10 മാർക്കാണ്, പ്രാക്ടിക്കലിന് 30 മാർക്കാണ്, CE മാർക്ക് 10 മാർക്ക്, ടോട്ടൽ എത്ര മാർക്കായി? 50 മാർക്കാണ് ഉണ്ടാവുക. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ്, തിയറി ഭാഗത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മൂല്യനിർണ്ണയം, അതായത് വാല്യുവേഷൻ നടക്കുന്നത് സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പൊ തെറ്റായി എന്ന് വിചാരിച്ച് അതെന്തായി പോകില്ല, ശരിയുത്തരത്തിലേക്ക് പോകില്ല. വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ നിങ്ങൾ എന്താക്കാൻ പാടുള്ളൂ, ഈ പറയുന്ന തിയറി പാർട്ട് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ്, ഈ പറയുന്ന പ്രാക്ടിക്കൽ പരീക്ഷ, ഇതിന്റെ മൂല്യനിർണ്ണയം, അതായത് വാല്യുവേഷൻ നടക്കാൻ പോകുന്നത് ഇൻവിജിലേറ്റർ, അതായത് നമുക്ക് വരുന്ന ടീച്ചറാണ്. ആ ടീച്ചറോട് വളരെ മാന്യമായിട്ട്, വളരെ നീറ്റായിട്ട് ടീച്ചറെ റെസ്പെക്ട് ചെയ്ത്, ടീച്ചറെ കാണുമ്പോൾ ഒരു ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂണും, കഴിഞ്ഞു പോകുമ്പോൾ ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ പോക്കറ്റിലാക്കാൻ ശ്രമിക്കുക. സോ ആ ടീച്ചർക്കും ഇതിൽ എന്തുണ്ട്, റോൾ ഉണ്ട്. ഇൻ കേസ് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മിസ് ഒന്ന് കണ്ണടയ്ക്കാൻ വേണ്ടിയിട്ട് മിസ്സിനെ നല്ലതുപോലെ നല്ല രീതിയിൽ നമ്മൾ എക്സാം ഹാളിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കിയടാ. യെസ്, ഡേഞ്ചറസ്. എന്താണ് ഈ പറയുന്ന IT പരീക്ഷയ്ക്ക്? എന്തില്ല? റീവാലുവേഷൻ ഇല്ല. അതായത് A ആയിപ്പോയാ പിന്നെ അത് A+ ആക്കൽ നടക്കൂല. സോ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൽ എന്തില്ല? റീവാലുവേഷൻ ഇല്ല. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ പാർട്ടിങ് നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് തിയറി പാർട്ടിൽ മൊത്തം ആദ്യം ഉണ്ടാവുക 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 10 ക്വസ്റ്റ്യൻസിനും 1/2 മാർക്ക് വീതം, ഹാഫ് മാർക്ക്, ഹാഫ് സ്കോറാണ്. 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഒരു ഉത്തരം തിരഞ്ഞെടുക്കാവുന്നതാണ്. അതായത് ഒരു ശരി ഉത്തരം ഉണ്ടാവുക ആദ്യത്തെ 10 ക്വസ്റ്റ്യനിൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിഭാഗം ഉണ്ട്, അതിന്റെ തന്നെ സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം ഒരു ചോദ്യത്തിന് 1 മാർക്കാണ് ഉണ്ടാവുക. 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. കുഴപ്പമില്ലല്ലോ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് 2 ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ടാവും. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 ഉത്തരം ശരി ഉത്തരം ഉണ്ടാവും. ഫസ്റ്റത്തെ 10 ക്വസ്റ്റ്യന് 1 ശരി ഉത്തരം ഉണ്ടാവുള്ളൂ. പിന്നെ 5 ക്വസ്റ്റ്യൻ എന്തുണ്ടാവും? 2 ശരി ഉത്തരം ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? 5 ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്. അപ്പൊ ഇവിടെ 5 മാർക്ക്, ഇവിടെ 5 മാർക്ക്, ടോട്ടൽ 10 മാർക്സ് ആണ് തിയറി പാർട്ടിന് വരുന്നത്. ഇനി പ്രാക്ടിക്കലിലേക്ക് വരുന്നതിന്റെ മുമ്പായിട്ട്, പ്രാക്ടിക്കലിൽ നമ്മൾ പറഞ്ഞതാണ് 4 സെഷൻസ് ആണ്, 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാ പറഞ്ഞോളി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ക്സ്കേപ്പും ഡിസൈൻ ഫാക്ടറി എന്നൊക്കെ പറയുന്ന ഓപ്പൺ ടൂണിക്സ് എന്ന് പറയുന്ന സാധനമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിങ്ങൾ 1 എഴുതിയാൽ മതി. ഇതെല്ലാ സെഷനിലും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ഇവിടെ ഓരോ സെഷൻസും നിങ്ങൾക്ക് വരുന്നുണ്ട്. ഹൗ ടു മേക്ക് എ ന്യൂസ് പേപ്പർ, എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ പൈത്തൺ വരുന്നുണ്ട്, CSS വരുന്നുണ്ട്, ഡാറ്റാബേസ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ 2 ക്വസ്റ്റ്യൻ വീതം വരും, 1 എഴുതിയാൽ മതി. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ 7 മാർക്ക്, 7 മാർക്സ് നിങ്ങൾക്ക് സ്വന്തം. എന്നാൽ 4ാമത്തെ സെറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ എന്തോ പ്രത്യേകത കാണുന്നുണ്ടോ? റോബോട്ടിക്സ്. റോബോട്ടിക്സ് ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും ഓപ്ഷൻ ഒന്നുമില്ല. റോബോട്ടിക്സ് കുട്ടി പഠിച്ചേ പറ്റൂ എന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. സോ റോബോട്ടിക്സിൽ നിന്നും ഓപ്ഷൻ ഒന്നുമില്ല. 2 ചോദ്യവും റോബോട്ടിക്സിൽ തന്നെ ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. യെസ്,
ഇനി മക്കളെല്ലാവരും കാത്തിരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് തുറന്ന് കാണിക്കാൻ പോവാണ്. യെസ് മക്കളെ, എവിടെ ശ്രദ്ധിച്ചോളി. ഇതാണ് നമ്മുടെ IT മാതൃകാ ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞ് SCERT പുറത്തിറക്കിയിട്ടുള്ള, SCERT തന്നെ പുറത്തിറക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. IT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യം കുറേ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ തിയറി ABCD ഇതാക്കണ്ടോ, ഇവിടെ ABCD ഉണ്ടോ, ഇവിടെ എയും ഡിയുമാണ് ഉത്തരം എന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനത്തിന് ശേഷം നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഇത് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ട് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ്റെയും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ 1, 2, 3 ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 80% ഈ ഒരു ഒറ്റ PDF നിന്നായിരിക്കും ഉണ്ടാവുക. ഈ PDF എവിടെ കിട്ടുന്നല്ലേ നിങ്ങൾക്ക് ഡൗട്ട്? ഈ PDF കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. സെറ്റ് അല്ലേ? ഹാപ്പി അല്ലേ? യെസ്, വടക്കൻ സാറ് പോവാണ്. IT-യിൽ നല്ല അടിപൊളിയായിട്ട് മക്കളെ A+ കിട്ടിയതിന് ശേഷം വടക്കൻ സാർ അറിയിക്കുക. ഓക്കെ അല്ലേ? യെസ്, ഇറ്റ്സ് മീ സെനിൽ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. ബൈ.